ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ദോശയാണ്. ദോശ എന്ന് പറയുമ്പോൾ മാവൊക്കെ കുറേ മുൻപ് അരച്ച് വെക്കാതെ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ദോശ റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് ഞാനൊരു 7 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് അധികം മധുരമില്ലാത്ത ടൈപ്പ്, നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ വേണ്ടി എടുക്കുന്നില്ല, ആ ഒരു സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇനി ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണ് കേട്ടോ. ഒരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല, അതിലൊരു 1 ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ടാകും. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള വീട്ടിലുണ്ടാക്കിയ തൈരൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് വേണ്ടി വരില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണിലും കുറച്ച് താഴെ മതിയാവും, കാരണം ബ്രെഡിന് പാകത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അടുത്തത് ഇതിലേക്കൊരു 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ്. വെള്ളം എടുക്കുമ്പം ഒരു ചൂടുവെള്ളമാണ് കേട്ടോ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം ചൂടുള്ളൊരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് റവ ഒന്ന് കുതിർന്നിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചത് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് നമ്മൾ നല്ല ദോശമാവ് പോലെ തന്നെ ആയിട്ടുണ്ടാവും. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ, പച്ചവെള്ളമാണ് കേട്ടോ എടുത്തുള്ളത്, ചൂടുവെള്ളമല്ല, അതുകൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി നോക്കുക. നമ്മുടെ സാധാ ദോശമാവിൻ്റെ ഒരു കട്ടിയില്ല, ആ ഒരു കട്ടിപ്പാണ് വേണ്ടത്. അപ്പം വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇത്തിരി മാറ്റം വരുമായിരിക്കും ചിലപ്പോൾ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നൊന്നുമില്ല, ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം, പക്ഷേ കറക്റ്റ് ആ ഒരു ലുക്ക് ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഒരു ഇത്തിരി വേണേ. ഇത് നന്നായിട്ട് മിക്സാക്കി നോക്കുന്ന സമയത്ത് നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കട്ടി, ഇത്രയ്ക്ക് കട്ടി വേണ്ട, ഒരു ഇത്തിരി കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ആ ഒരു കട്ടി മതിയാകും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശ ചുടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായി ചൂടാവുന്ന സമയത്ത് കുറച്ച് വെള്ളം അങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് ആ ഒരു ദോശ പാനിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല ചൂടോടുകൂടി ഒഴിച്ചാൽ ഒരിക്കലും നമുക്ക് കറക്റ്റ് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ഒരു ദോശയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ചെറിയ ചൂടിലിരിക്കുന്ന പാനിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്. ഈ ഒരു ലൂസ് ഉണ്ടാവണം മാവിനിട്ട്, എന്നാലും നല്ല ക്രിസ്പി ദോശയായിട്ട് കിട്ടുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ ദോശയ്ക്ക് ഒഴിക്കുമ്പോഴേക്ക് ആ ചീ എന്നുള്ള സൗണ്ട് കേൾക്കുമല്ലോ, അത്രയ്ക്ക് ചൂട് വേണ്ടെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് പരത്തിയിട്ട് നല്ല ഒരു ക്രിസ്പി ദോശയാക്കി എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മാവ് അങ്ങ് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗീ റോസ്റ്റ് പോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് താല്പര്യത്തിനനുസരിച്ച് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു ഇത്തിരി ഓയിലുമായി ഉണ്ടെങ്കിലാണ് നല്ല മുരിഞ്ഞിങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുക. എന്നിട്ട് അതൊരു ഇത്തിരി സമയം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല കളറൊക്കെ ഇങ്ങനെ മാറി വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദോശ നല്ല മുരിഞ്ഞ് കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ പെട്ടെന്ന് വിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനും നല്ല ക്രിസ്പി ഉണ്ടാവും കേട്ടോ. ഒരു ബ്രെഡിൻ്റെ മാത്രമായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമില്ല, ശരിക്കും നമ്മൾ സാധാരണ ഒരു ദോശയുടെ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ദോശ ചുടുന്ന സമയത്തും കുറച്ച് തവയിൽ വെള്ളം കുടഞ്ഞിട്ട് നന്നായിട്ട് തുടച്ച് നല്ല ചൂടില്ലാത്ത സമയത്ത് മാവ് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് നല്ല മുരിയിച്ചെടുക്കുക. ആ ഒരു രീതി മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാകും, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നൊരു ടെക്സ്ചർ വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുമില്ല, ആദ്യത്തെ ദോശ ആയി കഴിഞ്ഞ് പിന്നെ ഗ്യാസിലൊന്ന് എടുത്ത് ഒത്തിരി വെള്ളം കുടഞ്ഞ് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വെച്ച് ചൂടില്ലാത്ത സമയത്ത് മാവ് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒരു ഇത്തിരി നെയ്യൊക്കെ ഇട്ട് മുരിയിച്ചെടുക്കുക. അത് മതിയാകും. ഇനി ഇൻ കേസ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നം കൊണ്ടുമല്ല, ആ പാനിൻ്റെ ചൂട് നല്ലോണം ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇത്ര ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണ്ട, നമ്മൾ സാധാരണ തട്ട് ദോശയൊക്കെ പോലത്തത് മതി എന്നുണ്ടെങ്കിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് പരത്തി കൊടുക്കുക. ഇത്തിരി സമയം കഴിയുമ്പോൾ
ഇതുപോലെ ഇങ്ങനെ ചെറിയ ബബിളൊക്കെ വന്നിട്ട് നല്ല ഹോളൊക്കെ വന്ന് ഉഷാറായിട്ടുണ്ടാവും. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് അപ്പം പോലെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി നെയ്യ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ദോശ കഴിക്കുന്ന പോലെ തന്നെ ചട്നി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അല്ലെങ്കിൽ വെറുതെ കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ മുറിച്ച് കഴിക്കാനും ചൂടോടെ രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മാവൊന്നും അരച്ച് വെക്കാത്ത ദിവസങ്ങളിൽ രാവിലെ പെട്ടെന്ന് തട്ടിക്കൂട്ടണം തോന്നുകയാണെങ്കിൽ ഈ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പം ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്